എം മുകേഷ് MLA അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യ ഹർജികളിൽ ഉത്തരവ് മറ്റന്നാൾ. അതുവരെ അറസ്റ്റ് പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുകേഷിന് പുറമെ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, VS ചന്ദ്രശേഖരൻ എന്നിവരുടെ ഹർജികളിലും തീരുമാനം വ്യാഴാഴ്ച വരും. മണിയമ്പിള്ള രാജുവിന്റെ ഹർജി കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, മറ്റന്നാളാണ് ഏറ്റവും നിർണായകമായ തീരുമാനം. അതുവരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മണിയമ്പിള്ള രാജുവിന്റെ ജാമ്യ ഹർജി എങ്ങനെയാണ് തീർപ്പാക്കിയത്? എന്താണ് വിവരങ്ങൾ? ദിവീഷ്, എം മുകേഷ്, ഇടവേള ബാബു, VS ചന്ദ്രശേഖരൻ എന്നിവർക്ക് 5-ാം തീയതി നിർണായകമാണ്. ഈ 3 പേരുടെയും മുൻകൂർ ജാമ്യ ഹർജികളിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവ് അന്ന് വരാനിരിക്കുകയാണ്. മുകേഷിനെയും മറ്റ് പ്രതികളെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം, ജാമ്യം അനുവദിക്കരുത് എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അവർ ഇന്നും ആ ആവശ്യം ശക്തമായി കോടതി മുമ്പാകെ ഉന്നയിച്ചു. എന്നാൽ ഇത് 15 വർഷത്തോളം പഴക്കമുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിന് പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട് എന്നതാണ് പ്രതികൾ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന വാദം. അവർ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മണിയമ്പിള്ള രാജുവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം, ആ ആരോപണത്തിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണിയമ്പിള്ള രാജുവിന്റെ ജാമ്യ ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീർപ്പാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഇന്ന് സംവിധായകൻ രഞ്ജിത്തും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റന്നാൾ